എന്റെ മകൾ ഇവിടെ തന്നെയുണ്ട്. ഇനി പോകുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ടേ പോകും. കുട്ടികൾ സമ്മതിക്കണ്ടേ? അതിനാരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ അവളുടെ അച്ഛനാണ്. അത് യഥാർത്ഥത്തില നിങ്ങൾ എനിക്ക് ജന്മം തന്നിട്ടില്ല. പിന്നെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ കുട്ടികളോട് നേരാണ്. ഇത് നാഗമളല്ല അല്ലേ? മോളെ, ഇനി ഈ നശിച്ച ലോകത്ത് നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ള പണം നിന്നെ നശിപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് പിടിച്ചു വാങ്ങിക്കണം. എല്ലാം എന്റെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. അതെന്താന്ന് വെച്ചാല് ഞാൻ ഉദ്ദേശിച്ചത് കണക്ക് പറഞ്ഞ് കാശ് ചോദിക്കാന്ന്. അപ്പോ മകൾ വിചാരിച്ചതിന്റെ പണം പിരിക്കാൻ ഇറങ്ങിയതാ കഴിച്ചൻ. അതിന് ഇടപാടുകാരെല്ലാമാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു അല്ലേ? ആരും ഈ നിയമത്തിനുള്ളിൽ ശിക്ഷിക്കാനല്ല, പേര് വെളിപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കാൻ. അവരെന്നോട് കാണിച്ച ക്രൂരത പണം പറ്റി നടത്തിയ വ്യഭിചാരം മാത്രമല്ലേ നിങ്ങൾക്ക്? നീ പ്രാക്ടിക്കലായി ചിന്തിക്കോ. എന്റെ മുമ്പിൽ കടന്നു പോകാൻ ഇനി നിന്റെ തന്യസത്തിനെങ്ങനെ അഴിഞ്ഞാടി ജീവിക്കാമെന്ന് നീ കരുതണ്ട. അതും ഇയാളും പെണ്ണ് കെട്ടാൻ നിന്നെ കൊണ്ടുപോകാൻ അധികാരമുള്ളവരാ ഞാൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് വാടി കൂടെ വരാൻ. എത്ര നേരമായി പറയുന്നു എന്നെ വിടൂ, എന്നെ വിടൂ, കൊണ്ടുപോ. നീ ഇവിടെ പിടിച്ചു വലിക്കുന്നത് നാശത്തിലേക്ക്, ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ജീവിതത്തിലേക്ക്. ഞങ്ങൾ ആണും പെണ്ണും കെട്ടവരാ. അതുകൊണ്ട് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലുക. നീ പോയിക്കോ. ഇതുകൊണ്ടല്ല അവസാനിച്ചു എന്ന് നീ കരുതിയോ? ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. നീ നോക്കിക്കോ, ചാനലുകാരും പത്രക്കാരും എല്ലാം ഇപ്പോഴും ഇവിടെ എത്തും. ചാനലോ? അതേടാ, എന്റെ മുഖത്താട്ടി കടന്നുപോയ ഒരു പെട്ടവൾക്ക് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാധ്യമ ചോദ്യശാലകൾ, വൈദ്യ പരിശോധനകൾ, ലോകനെ ഹരം കൊള്ളിക്കുന്ന കോടതി വിസ്താരങ്ങൾ തകർന്നു പോകും. അവൾ ആ തകർച്ചയിൽ ഞാൻ എന്റെ കാര്യം സാധിക്കും. എന്നെ ഭീഷണിപ്പെടുത്തി യാരും പെണ്ണും കേട്ടവന്മാർ വരെ ഞാൻ പ്രതിപട്ടികയിൽപ്പെടുത്തും. അവരെത്തിക്കഴിഞ്ഞു. എടി പെണ്ണേ, ഒരുങ്ങിയിരുന്നോ നീ? തുടങ്ങുകയായി നിന്റെ വിചാരമാണ്. ഇനി തകർന്നു പോയൊരു അച്ഛനായിട്ട് എനിക്കും ഒരുങ്ങിയിരിക്കണം. മുഖത്ത് നല്ല ദുഃഖം വേണം. എടോ മെമ്പറെ, എങ്ങനെയാണോ ഒന്ന് കരയാ? അത് നിസ്സാരല്ലേ? പൊള്ളുന്ന പ്രാണനെ ചിന്തിപ്പറിക്കുന്ന കഴുകരെ പോകൂ ദൂരെ ദൂരെ. പൊള്ളുന്ന പ്രാണനെ ചിന്തിപ്പറിക്കുന്ന കഴുകരെ പോകൂ ദൂരെ ദൂരെ. കുത്തി നോവിക്കുന്ന ചോദ്യശരങ്ങളാൽ എത്തിയതെന്തിനു നിങ്ങളിപ്പോ? മുറ്റും അഹങ്കാര ദുരമൂത്തവർ നിങ്ങൾ അറിയുമോ എരിയുന്ന ജീവിതങ്ങൾ? അറിയുമോ എരിയുന്ന ജീവിതങ്ങൾ? നീരജ, നിങ്ങൾ
നിങ്ങളെ 12ഓളം പേർ പല ദിവസങ്ങളിൽ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ അതൊരു പീഡനമായിരുന്നു? സ്വമേധയാ വഴങ്ങിക്കൊടുക്കൽ എങ്ങനെ ഒരു പീഡനമാകും? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. പല വിധത്തിൽ മാനസികമായി തളർത്തിയും പ്രലോഭിച്ചും നടത്തിയ ഈ കീഴ്പ്പെടുത്തലിനെ പീഡനം എന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കേണ്ടത്? ഇവിടെ എനിക്ക് മിസ് നീരജയിൽ നിന്നും അറിയേണ്ടത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. കാമുകനായിരുന്ന വിനീഷ് വിശ്വനും സുഹൃത്തായിരുന്ന സന്ദീപ് ഷെട്ടിയും നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഇതിലാരിൽ നിന്നാണ് നിങ്ങൾക്ക് ആദ്യമായി പീഡനം അനുഭവിക്കേണ്ടി വന്നത്? കോടതിയുടെ അറിവിലേക്ക് വേണ്ടിയാണ്. നീരജ, ഉത്തരം പറയൂ. വിനേഷ് വിശ്വനാണോ സന്ദീപ് ഷെട്ടിയാണോ ആദ്യമായി നിന്നെ കീഴ്പ്പെടുത്തിയത്? നീരജ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ നീരജ? ഞാൻ ഈ പറഞ്ഞതൊന്നും ഇവിടെ ആരും കേൾക്കണില്ലെന്നുണ്ടോ? ആദ്യമായിട്ട് കീഴ്പ്പെടുത്തിയത് നമ്പ്യാത്തൻ മൂസാംപൂരിയാണ്, അതും 10ാം വയസ്സില്. മൊഴി മാറ്റി പറയുന്നു. ശബ്ദവും എല്ലാ പെങ്കിടങ്ങൾക്കും വേണ്ടി ഇനി ഞാൻ എന്റെ ശബ്ദത്തിൽ പറഞ്ഞോളാം. ഈ ഞാൻ ചാൽ താത്രി, കുറിയേടത്ത് താത്രി.